ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചക്ക വെച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പഴഞ്ചക്ക പച്ച കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല മൂർച്ചയുള്ള കൊടുവോളോ കത്തിയോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. കയ്യിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കുന്നുണ്ട്, വിളഞ്ഞ് കൈപ്പായി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചക്ക ഇരിഞ്ഞെടുക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് മടൽ, അതുകൊണ്ട് ചക്ക ഇരിഞ്ഞെടുക്കാൻ കുറച്ചുകൂടി സുഖമാണ്. പിന്നെ അത് പീസാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം ഊറ്റി കുക്കറിലേക്ക് ഇടുക. അപ്പം ഞാൻ ഒരു കാഭാഗം ചക്ക എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും 2 പച്ചമുളകാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ എരിവും മുളക് പൊടിൻ്റെ എരിവായി. ഈ 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒറ്റ വിസിലാവുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുക്കർ തുറന്നു കഴിഞ്ഞാൽ നല്ല വെന്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അരമുറി തേങ്ങ, അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുകയാണ്. നല്ലോണം അരയണമെന്നൊന്നുമില്ല, ഒരു 1/4 അരവാകുമ്പോഴേക്കും എടുക്കാം. എന്നിട്ട് അതിലേക്ക് ചക്ക വെന്തതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കും. അങ്ങനെ ഞാൻ പാൻ വെച്ച് കൊടുത്ത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് നന്നായി ചൂടായിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്, കാരണം നല്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉണക്കമുളകും കരുവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തത്. നല്ലൊരു വറവ് ഇട്ടതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് അതിന് പറയാമെന്നറിയില്ല, ഞാൻ വറവിടാന്നാണ് പറയുക. അത് ഞാൻ ചക്ക വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് രണ്ടും കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ വെളിച്ചെണ്ണൻ്റെ ഉണക്കമുളക്, കരുവേപ്പില ഇതിൻ്റെയൊക്കെ നല്ലൊരു ഈ ഫ്ലേവർ ചക്കയിലേക്ക് ഇറങ്ങണം. എന്നതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഭാഗം ചക്ക ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ചെറിയ പീസ് നമുക്ക് കടിക്കാനും കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ചക്ക വെച്ചത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ചക്കക്കുരു ഇട്ടുണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയതാണ്. ചക്കക്കുരു നന്നാക്കിയിട്ട് തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് 4 പീസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബൈറ്റും കൂടി വരുമ്പോഴാണ് ശരിക്കും ചക്ക വെച്ചതിന് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കൂടെയാണ്. അപ്പം ബൗളിൽ വിളമ്പി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാം. ചിലർ ഇതുപോലെ വെച്ച് പുഴുക്കായിട്ടും കഴിക്കും കേട്ടോ. നല്ല ചൂട് ചോറ് വിളമ്പാണ്. അതിലേക്ക് ചക്ക വെച്ചതുകൂടി വിളമ്പി കൊടുക്കുക. അതിൻ്റെ കൂടെ നല്ല എരിവുള്ള കറിയാണ് കേട്ടോ കോമ്പിനേഷൻ. ഞാനിന്ന് ബ്രാല് വറ്റിച്ചതാണ് വെച്ച് കൊടുക്കുന്നത്, കരിമീൻ വറുത്തതും. നിങ്ങളും ഇതുപോലെ ചക്ക വെച്ച് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻസിലിടുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.